ശ്ലോകം 2. തദനുകാചന ത്വൽക്കരാംബുജം. ഒരു ഗോപി, മുമ്പിൽ നിൽക്കുന്ന ആ ഗോപി ആ ശബ്ദാവസ്ഥയിൽ നിന്ന് മെല്ലെ ഒന്ന് പൊങ്ങി ഭഗവാന്റെ അടുത്ത് വന്നു. ത്വൽക്കരാംബുജം സവതി ഗൃഹണതി. ആ ഭഗവാന്റെ കൈ അങ്ങോട്ട് പിടിച്ചു. എന്താ ചെയ്യേണ്ടത്? അവൾ ആയിരിക്കുകയാണ് നിർവിശങ്കിത. അവൾക്ക് യാതൊരു ശങ്കയില്ല. ആ കൈയിനെ പിടിച്ചിട്ട് അവൾ എന്ത് ചെയ്തു? ഘനപയോധരേ, അവളുടെ സ്ഥലങ്ങളിൽ, ഭാരിച്ചതായ സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങളിൽ ഭഗവാന്റെ കൈയിനെ സന്നിധായ സാ അമർത്തി അങ്ങോട്ട് വെച്ചു. എപ്പോൾ ഭഗവാന്റെ ആ കരസ്പർശമുണ്ടായോ പുളകസംവൃത, രോമാഞ്ചം, ശരീരം മുഴുവൻ രോമാഞ്ചമണിഞ്ഞു. അങ്ങനെ തസ്തുഷീചിരം, വളരെ നേരം ആ ആനന്ദം അനുഭവിച്ചുകൊണ്ട് ആ ഗോപി ഭഗവാന്റെ അടുത്ത് തന്നെ നിന്നു. അവരെന്തൊക്കെ ചെയ്തുവോ അതിനൊക്കെ ഭഗവാൻ സമ്മതിച്ചു. ആരെയും അതിൽ നിന്ന് തടഞ്ഞില്ല എന്നർത്ഥം. അതാണ്. അപ്പോൾ ഓരോ ഗോപി ഓരോ വിധത്തിലാണ് തങ്ങളുടെ ആ ആനന്ദത്തിനെ പ്രകടിപ്പിക്കുന്നത്. ഈ ഗോപി ഭഗവാന്റെ അടുത്ത് വന്നു, ഭഗവാന്റെ കൈ അങ്ങോട്ട് പിടിച്ചു, തൻ്റെ ആ സ്ഥാനത്തിൽ അങ്ങോട്ട് അമർത്തി അങ്ങോട്ട് വെച്ചു. ഘനപയോധരേ സന്നിധായ, എന്തെന്നില്ലാത്തൊരു നിർവൃതി, മോക്ഷത്തിന് തുല്യമായ ആ ഒരു നിർവൃതി അവൾ അനുഭവിച്ചു. അതിൻ്റെ പ്രകടഭാവമാണ് പുളകസംവൃത. ദേഹം മുഴുവൻ പുളകം, രോമാഞ്ചം, എല്ലാ രോമങ്ങളും അങ്ങോട്ട് എറിച്ച് നിൽക്കണം. അങ്ങനെ അവൾ കുറച്ചു നേരം ഭഗവാന്റെ അടുത്ത് നിന്നു. ശ്ലോകം 3. അപ്പോഴേക്കും മറ്റേ വേറൊരു ഗോപി വന്നു. തവ വിഭോ പരാകോമളം ഭുജം. വേറൊരു ഗോപശ്രീ പരാ, ഭഗവാന്റെ കോമളം ഭുജം. ആദ്യത്തെ അവൾ ചെയ്യണ കണ്ടു, കൈ പിടിക്കണത്. അപ്പോൾ ഇവളും ഒരു കൈ അങ്ങോട്ട് പിടിച്ചു. കോമളം ഭുജം, ആ മനോഹരമായ ഭഗവാന്റെ കൈയിനെ പിടിച്ച് നിജകളാന്തരേ പര്യവേക്ഷയിൽ, അവൾ കഴുത്തിലാണ് പിടിച്ച് ചുറ്റിയത്. അവൾക്ക് തോന്നി ഇനി എനിക്ക് അധികം സമയമില്ല, അത് ആ ഭഗവാനിലേക്ക് ഞാൻ ലയിക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ അവസാനത്തെ ഒരു പ്രാണനുണ്ട്, ആ പ്രാണൻ പോകാൻ പാടില്ല. ഗളസമുൽഗതം പ്രാണമാരുതം, അവളുടെ കണ്ഠത്തിൽ നിന്ന് പുറപ്പെട്ടതായ ആ പ്രാണവായുവിനെ പ്രതിനിരുന്ധതി ഇവ, അതിനെ തടയാനാണോ ഭഗവാന്റെ കൈ കൊണ്ട് ഇവിടെ ഒന്ന് കെട്ടിയത് എന്ന് തോന്നിപ്പോവും. അതിഹർഷുല, എന്തൊന്നില്ലാത്ത സന്തോഷം അവളും അനുഭവിച്ചു. ഓരോ ഗോപിയും ഈ വിധത്തിൽ ഭാഗവത്തിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്, ഇവിടെ വളരെ ചുരുക്കിയിട്ടേ പറയുന്നുള്ളൂ. അപ്പോൾ ഈ ഗോപി ആ ഭഗവാന്റെ മനോഹരമായ കരത്തിനെ പിടിച്ച് ആ തൊട്ടത് കൊണ്ട് തന്നെ അവൾക്കും ദേഹം മുഴുവൻ ഒരു പുളകം രോമാഞ്ചമുണ്ടായി. അവളുടെ പ്രാണൻ ഇതതിന് ഒരു പ്രാണനെ ബാക്കിയുള്ളൂ എന്ന് തോന്നുന്നു. ആ വിധത്തിൽ നിൽക്കുന്ന അവസരത്തിൽ അവൾ ആ കൈകൊണ്ട് ഭഗവാന്റെ അവളുടെ കഴുത്തിനെ, ഭഗവാന്റെ കൈ കൊണ്ട് അവളുടെ കഴുത്തിനെ അവർ കെട്ടിപ്പിടിച്ചു, ആ പ്രാണൻ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി. ഗളസമുൽഗതം പ്രാണമാരുതം, ആ കണ്ഠത്തിൽ നിന്നും പുറത്തേക്ക് പോകാൻ പോകുന്നതായ ആ പ്രാണവായുവിനെ പ്രതിനിരുന്ധതി ഇവ, തടയാനാണോ കണ്ടു നിൽക്കുന്നവർക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം. അല്ല, ആ ഭഗവാന്റെ കരസ്പർശം കൊണ്ട് ശരീരം മുഴുവൻ രോമാഞ്ചമണിഞ്ഞ് ആദ്യത്തെ ഗോപി ചെയ്തതുപോലെ തന്നെ അവളും അമൃതധാരയിൽ മുങ്ങിക്കുളിച്ചതായ അനുഭവമുണ്ടായി. അതിൻ്റെ പ്രകടഭാവം അതിഹർഷുല, അത്യന്തം ഹർഷം, ആ വർണ്ണിക്കാൻ സാധിക്കാത്തതായ ഒരു ആനന്ദം, ഒരു സന്തോഷം ഉണ്ടായി. ശ്ലോകം 4. അപഗതത്രവാ കാവികാമിനി, വേറൊരു സുന്ദരി, ഒരു ഗോപി. ആൾക്കാരൊക്കെ നോക്കുന്നുണ്ടെന്ന് തോന്നണ്ടേ? ലജ്ജ വേണ്ടേ? ഇല്ല. അപഗതത്രവാ, അല്പം പോലും ലജ്ജയില്ലാതെ, അല്പം പോലും ലജ്ജയില്ലാതെ ഓടി ഇങ്ങോട്ട് വന്നു. എന്നിട്ട് എന്തു ചെയ്തു? പ്രതിഗൃഹയ്യ,
തദ്വക്രപങ്കജേ, തൻ്റെ ആ മുഖാംബുജത്തിനെ ഭഗവാന്റെ മുഖാംബുജത്തോട് ചേർത്ത് വെച്ചു. എന്നിട്ട് തവ മുഖാംബുജാൽ പൂഗചർവിതം, ഭഗവാൻ ആ താമ്പൂല ചർവിതം അങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുകയാണ്. ആ താമ്പൂല ചർവിതത്തിനെ എടുക്കാൻ വേണ്ടി ഭഗവാന്റെ കവിൾത്തടത്തോട് ചേർത്ത് വെച്ചിട്ട് പ്രതിഗൃഹയ്യ, ഭഗവാന്റെ മുഖത്ത് നിന്ന് ഭഗവാന്റെ വായി തുറപ്പിച്ചിട്ട് ആ വെറ്റില സത്ത്, താമ്പൂല സത്ത് അതിനെ എടുത്തു. തദ്വക്രപങ്കജേ നിദദതി, തൻ്റെ മുഖത്തിലേക്ക് അതിനെ സ്വീകരിച്ചു. ഇത്രയും കഴിയുമ്പോഴേക്ക് ഗതാപൂർണകാമതം, ഇനിയാൾക്ക് ഒരാഗ്രഹവുമില്ല. ജീവിതത്തിൽ എല്ലാ ആഗ്രഹങ്ങളും തീർന്നു. ഭഗവാന്റെ അനുഗ്രഹം കിട്ടി. ഭഗവാൻ ഭക്ഷിച്ചതായ ആ താമ്പൂല ചർവിതത്തിനെ തൻ്റെ മുഖത്തേക്ക് എടുത്ത് അത് ഭക്ഷിക്കാനുള്ളതായ ഭാഗ്യം തനിക്കുണ്ടായല്ലോ എന്ന് വിചാരിച്ച് ഗതാപൂർണകാമതം, അങ്ങേയറ്റത്തെ സകല ആഗ്രഹങ്ങളും സാധിച്ചവളായിത്തീർന്നു. ഇതാണ് നമ്മളും ചെയ്യേണ്ടത്. സദാ ഭഗവത് ചിന്ത. ആ ഭഗവാനോട് ഒന്നിച്ച് നമ്മൾ രമിക്കുന്നതായിട്ട് വേണം വിചാരിക്കാൻ. അവിടെ സ്ത്രീ പുരുഷ ഭേദമില്ല. നമ്മളെല്ലാവരും സ്ത്രീകളാണ്, പുരുഷന്മാരും സ്ത്രീകളാണ്. ഭഗവാൻ ഒരേ ഒരു ഭർത്താവ്. ഭരിക്കുന്നവനാരോ അവനാണ് ഭർത്താവ്. ഭാര്യമാരെ ഭരിക്കപ്പെടേണ്ടവരാണ്, ഭരിക്കപ്പെടേണ്ട ഭാര്യമാർ. അങ്ങനെ എപ്രകാരം ആ ഭഗവാൻ എല്ലാ ഗോപികളെയും അനുഗ്രഹിക്കണം എന്നുള്ളതായ ചിന്തയോടുകൂടിയാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം ചില ഗോപികൾ ഭഗവാനുമായി സ്വാതന്ത്ര്യമുള്ള ആൾക്കാരുണ്ടല്ലോ, രാധാ മുതലായവർ, അങ്ങനെയുള്ളവരാണ് മുമ്പോട്ട് വരുന്നത്. ഭാഗവത്തിൽ കുറച്ചുകൂടി വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ താമ്പൂല സർവ്വത്തിനെ തൻ്റെ മുഖത്തേക്ക് സ്വീകരിച്ചു. ഭഗവാന്റെ ആ മുഖകമലവുമായിട്ടുള്ളതായ ആ ബന്ധമുണ്ടായി. മുഖകമലത്തെ ചേർത്ത് വെച്ചു. ഭഗവാന്റെ മുഖത്തിൽ നിന്നും വായയിൽ നിന്ന് താമ്പൂല സർവ്വത്തിനെ താൻ സ്വീകരിച്ച് തൻ്റെ ജീവിതം ധന്യമായിട്ട് കണക്കാക്കണം. നമ്മളും എല്ലാ ആഗ്രഹങ്ങളും പോകണം. പൂർണ്ണകാമത അതാണ്. സകല ആഗ്രഹങ്ങളും പോകണം. ഭഗവാൻ ഗീതയിൽ ഇതാണ് പറയുന്നത്, വിഹായ കാമാൻ യസ്സർവാൻ, എല്ലാ ആഗ്രഹങ്ങളെയും ഉപേക്ഷിക്കൂ. ഭഗവാനെ കിട്ടിയ പിന്നെ വേറെ എന്താഗ്രഹം? ഭഗവാനെ നേടലാണ് ഏറ്റവും പരമമായിട്ടുള്ളതായ ആ എന്താ പറയേണ്ടത്, ഭഗവാന്റെ അനുഗ്രഹം, ആ പ്രാപ്തി, അത് നമ്മൾ നേടണം. അത് കിട്ടിക്കഴിഞ്ഞു ഇവർക്ക്. ആ ആഗ്രഹങ്ങൾ കിട്ടി യാതൊരു ആഗ്രഹങ്ങളും ഇല്ലാതെ നിസ്പൃഹത്വം കൈവരിക്കണം. ആ നിസ്പൃഹത്വം കൈവരിച്ചവർ ഭഗവാനുമായി ലയിക്കുന്നു. പ്രാരബ്ധം കഴിയുന്നവർ ശരീരം നിലനിൽക്കും. പ്രാരബ്ധം കഴിഞ്ഞാൽ ഭഗവാനുമായി പോയി ലയിക്കും. യാതൊരു സംശയവും വേണ്ട. അങ്ങനെ അല്ലാതെ കണ്ട് എല്ലാവർക്കും ചട്ടമ്പി സ്വാമികളെ പോലെയോ ശ്രീനാരായണ ഗുരുദേവനെ പോലെയോ രമണ മഹർഷിയെ പോലെയോ രാമകൃഷ്ണദേവനെ പോലെയോ സാധ്യമല്ല. അവരൊക്കെ അങ്ങേ അറ്റത്തെത്തിയവരാണ്. നമ്മളെ സംബന്ധിച്ച് ഇത്രയേ വേണ്ടുള്ളൂ. ഇവിടെ തത്വം ഒന്ന് മാത്രമേ ഉള്ളൂ, അത് ബ്രഹ്മം. ആ ബ്രഹ്മമാകുന്ന ചൈതന്യമാണ് ഈ കാണുന്ന ജഗത്തിനെ ഈ വിധത്തിൽ കൊണ്ടു നടത്തുന്നത് എന്ന് മനസ്സിലാക്കി അത് ഉറച്ചു. ആ സിദ്ധാന്തപരമായിട്ട് യാതൊരു സംശയമില്ല, പക്ഷേ അനുഭവമായിട്ടില്ല. അങ്ങനെ ആര് വരിക്കുന്നുവോ അവർ 11 ദേവതമാരുടെ ലോകത്തിലൂടെ ആ ഭഗവാനിൽ തന്നെ എത്തുന്നു. ക്രമമുക്തി എന്ന് പറയുന്നതാണ്. 4ാമത്തെ ദശകത്തിൽ മേൽപ്പത്തൂർ അത് പറഞ്ഞിട്ടുണ്ട്, ക്രമമുക്തി. ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരുദേവൻ മുതലായവർ എല്ലാ ആഗ്രഹങ്ങളും നേരത്തെ തന്നെ തീർന്നവരാണ്. അവർ സദ്യോമുക്തി പ്രാപിക്കുന്നത്. മറ്റുള്ള സാധാരണക്കാർ എല്ലാ ആഗ്രഹങ്ങളും തീർന്നിട്ടില്ല. ബ്രഹ്മലോകം എന്താണെന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട്, മറ്റു ലോകങ്ങളും അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തോടുകൂടി ഇവിടുന്ന് നമ്മൾ തീയിലാണല്ലോ കൊണ്ടി വയ്ക്കുക. ആ ജീവാത്മാവ് ആദ്യം അഗ്നിയാൽ നയിക്കപ്പെട്ട് സൂര്യലോകത്തിലെത്തുന്നു.
അങ്ങനെ 11 ദേവതമാരുടെ ലോകത്തിലൂടെ ബ്രഹ്മലോകത്തിലെത്തി. ഒടുവിൽ ബ്രഹ്മാവിൻ്റെ ആയുസ് എപ്പോൾ കഴിയുന്നുവോ ബ്രഹ്മാവിനോടുകൂടി ഭഗവാനിൽ പോയി ചേരും. അപ്പോഴേക്ക് ഈ തത്വം നമുക്ക് അനുഭവമാകും. ഇപ്പം നമ്മളെ സംബന്ധിച്ച് തത്വം സിദ്ധാന്തപരമായി അറിഞ്ഞാൽ മതി, അനുഭവമാവണമെന്നില്ല. സിദ്ധാന്തപരമായി അറിഞ്ഞവരെല്ലാവരും ഭഗവാനിലേക്ക് തന്നെ പോകുന്നു, യാതൊരു സംശയവും വേണ്ട.